ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇതിലൊരു ചെറിയ ഇൻട്രഡക്ഷനും ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് ഫ്രം സ്വീഡനും കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് ഫ്രം സ്വീഡൻ ജർമ്മനിയിലേക്കായിരുന്നു. ജർമ്മനിയിൽ ഫൊൾസൈം എന്ന് പറഞ്ഞൊരു സിറ്റിയിലേക്കാണ് ഞങ്ങൾ പോയത്. ഞങ്ങളൊരു ഉച്ചയായപ്പോൾ ലാൻഡ് ചെയ്തു. എന്നിട്ട് വൈകിട്ട് അവിടുത്തെ ഒരു ലോക്കൽ ക്രിസ്മസ് മാർക്കറ്റിൽ ഞങ്ങൾ പോയി. ഇത് 2023 ഡിസംബറിൽ പോയ ട്രിപ്പാണ്. അപ്പം ഞങ്ങൾ വൈകിട്ട് ചുമ്മാ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോയി. അപ്പം നെക്സ്റ്റ് ഡേ ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ റൈൻ ഫോൾസ് എന്ന് പറഞ്ഞ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, അത് കാണാൻ പോയി. അത് ഫൊൾസൈമിൽ നിന്ന് ഏകദേശം ഒരു 2.5 hours ഡ്രൈവ് ഉണ്ട്. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അതായിരുന്നു ഓൺ ഡേ 2. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ലിൻഡ് ഹോം ഓഫ് ചോക്ലേറ്റ്, ലിൻഡ് ഫാക്ടറി എന്ന് പറഞ്ഞ് അങ്ങ് അവിടോട്ടേക്ക് പോയി. അത് റൈൻ ഫോൾസിൽ നിന്നൊരു 1 hour, അപ്രോക്സിമേറ്റ്ലി 1 hour ഡ്രൈവ് ഉണ്ട്. ആൻഡ് ഇത് ശരിക്കും എസ്പെഷ്യലി കുഞ്ഞുങ്ങളുള്ളവർക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഒരു ഗൈഡഡ് ടൂർ നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പം ഗൈഡഡ് ടൂർ ആസ് ഇൻ ഫിസിക്കൽ ഗൈഡ് കാണത്തില്ല, ബട്ട് യു വിൽ ഹാവ് എൻ ഇയർ പീസ്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. ആൻഡ് ഓരോ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും അതിൽ കൂടെ നമുക്ക് ആ സ്റ്റേഷൻ്റെ ഇൻഫർമേഷൻ കിട്ടും. ഇറ്റ് വാസ് റിയലി നൈസ്. വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് പോലെ നമുക്ക് അവിടുത്തെ ചോക്ലേറ്റ് ഒക്കെ ടേസ്റ്റ് ചെയ്യാം. അപ്പം അവിടെ ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ് ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് ആണ് വെച്ചേക്കുന്നത്. സോ നമുക്കതെടുത്ത് ടേസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മളങ്ങനെ ആ കൈ അങ്ങനെ വെച്ചാൽ നമുക്ക് ഓരോ ചോക്ലേറ്റ്സ് കിട്ടുമായിരുന്നു. സോ അവിടെ ആ ഫ്ലേവർ എഴുതിയിട്ടില്ല. സോ വി ഹാവ് ടു ടേസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഏത് ഫ്ലേവറാണ് അതെന്ന്. പിന്നെ അവിടെ പണ്ട് യൂസ് ചെയ്യുന്ന മെഷീൻസ്, അവർ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, പ്രോസസ്സസ് എല്ലാം അവർ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എവിടെ നിന്നാണ് അവരുടെ കോക്കയൊക്കെ സോഴ്സ് ചെയ്യുന്നത്, അതൊക്കെ അവർ കാണിച്ചിട്ടുണ്ട് ത്രൂ ഔട്ട് ദ ടൂർ. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചില സ്റ്റേഷൻസിൽ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്, ലൈക്ക് ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ അവർ ആ ഒരു ചോക്ലേറ്റ് മേക്കിംഗ് പ്രോസസ്സൊക്കെ ഇങ്ങനെ, അത് ലൈവല്ല, ജസ്റ്റ് ഒരു എക്സിബിറ്റ് പോലെ അവർ വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് കാണാം ഓരോ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന്. പിന്നെ ഇത് അവരുടെ ആ ഒരു ഫേമസ് സ്ട്രക്ചറാണ്. ഇത് മിക്കപ്പോഴും നമ്മൾ ആ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ ഇതായിരിക്കും ആ ലിൻഡ് ഹോം ഓഫ് ചോക്ലേറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു സ്ട്രക്ചർ കാണാം. ഇറ്റ്സ് ജസ്റ്റ് എ ഫേമസ് സ്ട്രക്ചർ ഇൻ ദാറ്റ് ഫാക്ടറി. ഇത് നമ്മുടെ അവിടെ കയറാനൊരു ടിക്കറ്റുണ്ട്. അതിൻ്റെ കോസ്റ്റ് ഞാൻ എഴുതിയിട്ടേക്കാം. അപ്പോൾ ഈ ടിക്കറ്റ് സ്കാൻ ചെയ്താൽ ഇങ്ങനെ ചുമ്മാ ഒരു ആക്ടിവിറ്റി പോലെ ഇതിങ്ങനെ കാണാം നമുക്ക്. അപ്പം ഒരു ടിക്കറ്റിന് ഒരു ചോക്ലേറ്റ് വെച്ച് ഇതിനകത്തുനിന്ന് കിട്ടും. അപ്പം പിള്ളേർക്കാണേലും ഒക്കെ കണ്ട് നിൽക്കാൻ, വലിയവർക്കാണേലും കണ്ട് നിൽക്കാൻ നല്ല രസമുള്ള ഒരു ആക്ടിവിറ്റി. ഇതാ ഞാൻ പറയാം, ഓരോ സ്റ്റേഷനിലും സൈഡിൽ കാണാം ഒരു മനുഷ്യൻ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്നത്. അപ്പം എത്ര ഗ്രൈൻഡ് ചെയ്താലാണ് അത് നല്ല ഫൈനാവുന്നതെന്നൊക്കെ അവിടെ ഇങ്ങനെ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാം. പിന്നെ ആ മേളിൽ കാണിച്ചേക്കുന്നതാണ് പ്രൊജക്ടർ. അപ്പം താഴെയുള്ള ഇമേജസ് മിക്കതും പ്രൊജക്റ്റഡാണ്. അപ്പോൾ നമുക്ക് വായിക്കാം. ഇതവിടെ പുറത്ത് ഇവരുടെ ഒരു കടയുണ്ട്, ലിൻഡിൻ്റെ തന്നെ കട. അപ്പോൾ എൻ്റെ വിശ്വാസം പുറത്തുനിന്നും നമ്മൾ ലിൻഡ് ചോക്ലേറ്റ് മേടിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ വില കുറച്ച് ഈ കടയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ ഒബ്വിയസ്ലി ഇവരുടെ എല്ലാ വെറൈറ്റിയും അവിടെ അവൈലബിൾ ആണ്. ആ കടയും കാണാൻ നല്ല രസമായിരുന്നു. സോ ദ നെക്സ്റ്റ് ഡേ വി വെൻറ്റ് ടു സ്ട്രാസ്ബർഗ്, ഫ്രാൻസിൽ. ഇതവിടുത്തെ യൂറോപ്യൻ പാർലമെൻറ്റാണ്. അതും നമുക്ക് വിസിറ്റ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയാണ്. അത് കഴിഞ്ഞ് സ്ട്രാസ്ബർഗിൽ തന്നെ നമ്മളവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോയി. അവിടെ അടുത്തുള്ള സ്ട്രാസ്ബർഗ് കത്തീഡ്രലാണിത്. എനിക്ക് പണ്ട് തൊട്ടേ ക്രിസ്മസ് മാർക്കറ്റ്സ്, കത്തീഡ്രൽസ്, കാസിൽസ് ഇത് മൂന്നും കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എത്ര കണ്ടാലും മടുക്കാത്ത കാര്യങ്ങളാണ്. അപ്പം ഈ കത്തീഡ്രലും അത്യാവശ്യം വലിയ, ലൈക്ക് റിയലി ബിഗ് കത്തീഡ്രൽ. ആൻഡ് ആ സ്ട്രക്ചറും അതിൻ്റെ വർക്കും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത്
എനിക്ക് തോന്നി ഇത് ക്രിസ്മസ് ടൈമിലായിരുന്നു ഇത്രയും ഡെക്കറേഷനുള്ളത്. ബട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളത് എൻജോയ് ചെയ്തു. ഇതാണ് സ്ട്രാസ്ബർഗ് ക്രിസ്മസ് മാർക്കറ്റ്. അപ്പം സ്ട്രാസ്ബർഗ് ക്രിസ്മസ് മാർക്കറ്റ് ഇസ് നോൺ ആസ് ക്യാപിറ്റൽ ഓഫ് ദ നോവൽ. സോ ഐ തിങ്ക് ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ടു ക്യാപിറ്റൽ ഓഫ് ക്രിസ്മസ്. അപ്പം അടിപൊളി ക്രിസ്മസ് മാർക്കറ്റാണ്. പറ്റുമെങ്കിൽ എല്ലാവരും വിസിറ്റ് ചെയ്യണം. റിയലി ഗുഡ് ആയിരുന്നു. നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്യും. ഇത് അവിടെ ഉള്ളൊരു ക്രിസ്മസ് ട്രീയിൽ പിന്നെ എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ളപ്പം എനിക്ക് തോന്നുന്നൊരു 1.5 വയസ്സ് 2 വയസ്സ് തൊട്ട് അവരുടെ ബ്രെയിൻ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങും. അപ്പം കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ പുതിയ സ്ഥലങ്ങൾ കാണാൻ ശ്രമിക്കുക, അവരെയും കൊണ്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ വിചാരിക്കും ഇവരിതൊന്നും ഓർക്കത്തില്ല എന്ന്, ബട്ട് ദാറ്റ്സ് നോട്ട് ട്രൂ. ഈ പോകുന്ന സ്ഥലങ്ങളെ സൈറ്റ്സും സ്പെഷ്യൽ തിങ്സും ഒക്കെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അവരുടെ മനസ്സിൽ രജിസ്റ്റർ ആവുന്നുണ്ട്. എനിക്ക് ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവർ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് അവരിങ്ങനെ ഓർത്ത് പറയും, നമ്മൾ ആ സ്ഥലത്ത് പോയപ്പം ഇത് കണ്ടില്ലായിരുന്നോ എന്നൊക്കെ വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടെ പറയും. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അവർ വളരുമ്പോഴാണേലും ഇതൊക്കെ അവരുടെ മനസ്സിൽ ഇങ്ങനെ നല്ല മെമ്മറീസായിട്ട് കിടക്കും. നമ്മുടെ കൂടെ ഷെയർ ചെയ്ത് നല്ല മൊമെൻറ്റ്സ് ആയിട്ട് എപ്പോഴും കിടക്കും. അതുകൊണ്ട് കഴിവതും എനിക്കറിയാം എല്ലാവർക്കും ചിലപ്പോൾ അതിനുള്ള ഫൈനാൻഷ്യൽ കേപ്പബിലിറ്റി കാണത്തില്ല. ഈവൻ ഞങ്ങളാണേലും ആ ടൈമിലും ഈ ടൈമിലും ഒരാളുടെ ഇൻകം വെച്ചാണ് സർവൈവ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒത്തിരി പൈസ ഉണ്ടായിട്ട് നമ്മൾ പോകുന്നതല്ല. പക്ഷേ സ്ഥലങ്ങൾ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു കുഞ്ഞിനാണേലും നല്ല എക്സ്പീരിയൻസസ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പോയതാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ്. അപ്പം കഴിയുമെങ്കിൽ കുറച്ച് സേവ് ചെയ്ത് വെച്ച് പറ്റുന്ന സ്ഥലങ്ങൾ കാണാൻ നോക്കുക. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ ബാഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. അവിടെയും ഇങ്ങനെ ക്രിസ്മസ് മാർക്കറ്റായിരുന്നു. അവിടെ ഒത്തിരി ഒന്നും കാണാനില്ല, വളരെ കുഞ്ഞു ക്രിസ്മസ് മാർക്കറ്റായിരുന്നു. പക്ഷേ ബാഡൻ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയനിൽ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത് റിയലി നൈസായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഹൈഡൽബർഗ് കാസലിലോട്ട് പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കാസൽസ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ I really enjoyed going there. അത് ഫോഴ്സൈമിന്ന് എനിക്ക് തോന്നുന്നു ഒരു 1 hour 15 minutes അങ്ങനെ എന്തോ ആയിരുന്നു. സോ ഞങ്ങൾ രാവിലെ പോയി കാസിലൊക്കെ വിസിറ്റ് ചെയ്തു. അതും എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നൊരു ബ്രിക്ക് കാസിലാണ്. എന്നിട്ട് അത്യാവശ്യം നല്ല വലുപ്പവും കാണാനും ഒക്കെ ഉണ്ട്. ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ വളരെ നല്ലൊരു സ്ഥലമായിരുന്നു. പിന്നെ ഇത് അവിടെ ഒരു ഫെർണിക്കുലർ റെയിൽവേ ഉണ്ട്. നമ്മൾക്ക് കാസലിൻ്റെ ലെവലിൽ നിന്ന് അതിൻ്റെ തൊട്ട് പുറകിലൊരു മൗണ്ടനാണ്. അപ്പോൾ മൗണ്ടൻ്റെ മേളിൽ വരെ നമുക്ക് പോകാം. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര മഞ്ഞായിരുന്നു. സോ മൗണ്ടൻ്റെ മേളിൽ നിന്ന് അങ്ങനെയൊന്നും ഞങ്ങൾക്കൊരു ഒരു വ്യൂ ഒന്നും കിട്ടിയില്ല. ബട്ട് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഫെർണിക്കുലർ റെയിൽവേ കൂടെ പോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ മേളിൽ ചെന്നിട്ട് ഞങ്ങളെന്തൊരു കോഫി എന്നാണ്ട് കുടിച്ചിട്ട് ജസ്റ്റ് കുറച്ച് നേരം നടന്നിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നു. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എഡിറ്റിംഗ് ഒന്നും അത്ര പ്രോപ്പർ ആയിരിക്കത്തില്ല. അപ്പം പോരായ്മകളൊക്കെ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ അതുപോലെ തന്നെ എനിക്കിതൊരു ഒരു കളർഫുൾ ചാനലായിട്ട് ഡെവലപ്പ് ചെയ്യാനല്ല. ഐ ജസ്റ്റ് വാണ്ട് ടു ഷെയർ ദ റോ എക്സ്പീരിയൻസ് ഓഫ്
കമ്മിങ് അബ്രോഡ്, ലിവിങ് അബ്രോഡ് ആൻഡ് ഹൗ ലൈഫ് ഈസ് അബ്രോഡ് ജനറലി. അതെനിക്ക് എല്ലാവരോടും ഷെയർ ചെയ്യണമെന്നുണ്ട്. കാരണം മിക്കവരും വിചാരിക്കും വളരെ കളർഫുൾ ലൈഫാണെന്ന്. ബട്ട് ഒരു റിയാലിറ്റി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ സ്റ്റുട്ട്ഗാർട്ടിലോട്ട് പോയായിരുന്നു. സ്റ്റുട്ട്ഗാർട്ടിലോട്ട് ഫോർ സൈമീൻ ഒരു 1 hour ജേർണിയേ ഉള്ളൂ. അവിടെയും ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ അവിടുത്തെ കുറച്ച് വീഡിയോസാണിത്. അതും അത്യാവശ്യം എൻജോയ് ചെയ്യാൻ ഉള്ളതുണ്ട്. ബാഡിനെക്കാട്ടി കുറച്ചുകൂടി വലിയ ക്രിസ്മസ് മാർക്കറ്റാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ചും ഈ ഒരു ലൈറ്റിങ്ങും ആക്ടിവിറ്റീസും ഒക്കെ കണ്ട് നടക്കാൻ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ സ്വീഡനിൽ വന്നിട്ട് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 weeks മുന്നേ വി വർ ബ്ലെസ്ഡ് വിത്ത് എ ബേബി ഗേൾ. അപ്പം ആ ഒരു ഹോസ്പിറ്റൽ എക്സ്പീരിയൻസും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ സ്കൂളിങ്ങും പിന്നെ ജനറലി ലൈഫ് ഇവിടെ എങ്ങനെയാണെന്നൊക്കെ പോകെ ഷെയർ ചെയ്യാം. ഐ ഹോപ്പ് യു ഓൾ ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ. പിന്നെ ഞങ്ങൾ പോയൊരു സ്ഥലം പോർഷെ മ്യൂസിയം ആയിരുന്നു. അതും സ്റ്റുട്ട്ഗാർട്ടിലുള്ളൊരു മ്യൂസിയമാണ്. ഒബ്വിയസ്ലി വണ്ടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും റിയലി എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ആക്ച്വലി സ്റ്റുട്ട്ഗാർട്ടിൽ ബെൻസ് മ്യൂസിയം ഉണ്ട്. പക്ഷെ അവിടെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ പോർഷെ മ്യൂസിയമിലാണ് പോയത്. അതും അത്യാവശ്യം ഒരു ഹാഫ് ഡേ ഈസി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും കിട്ടുന്ന അവസരങ്ങളൊക്കെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുക, പുതിയ സ്ഥലങ്ങൾ കാണുക. ഇനിയും പോകെ ഞങ്ങളുടെ സ്വീഡനിലെ ലൈഫിലെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ബൈ.